ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബ്രഹ്മചര്യത്തെക്കുറിച്ചാണ്. ഒരു നിയന്ത്രണവുമില്ലാത്ത മനസ്സിനെ ജയിക്കുന്നത് വിശുദ്ധെ ജയിക്കുന്നത് പോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള മനസ്സിൻ്റെ കടിഞ്ഞാൺ ഇടാൻ കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വിജയിക്കുവാൻ കഴിയും. അതുകൊണ്ടുതന്നെ നമ്മളുടെ ശക്തിയും ബലവും ബലഹീനതയും സ്വയം തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും സ്വയം അതിജീവിക്കാൻ പഠിക്കണം. ശുദ്ധമായ ചിന്തകൾ സദാസർവ്വത കൊണ്ടു നടക്കണം. നിങ്ങൾ ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് പണ്ടുള്ള ഋഷിമാരും പേരുകേട്ട ശാസ്ത്രജ്ഞന്മാരും ഈ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? ബ്രഹ്മചര്യവ്രതം സാധാരണ ദുർബലന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് കൊണ്ടു നടക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ബ്രഹ്മചര്യത്തിൻ്റെ വ്രതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ശരിയായി അറിയുന്നവർ അത് അനുഷ്ഠിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ഒരുപാടുണ്ട്. ഫോൺ വീഡിയോ കാണുന്നത് ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ അത് വളരെയേറെ അധികം ദോഷമാണ് എന്നുള്ളത് നമ്മുടെ അന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ അതിൽ വേണ്ടത്ര കോൺസെൻട്രേഷൻ ഇല്ലാതെ പോകുന്നത് ബ്രഹ്മചര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ആളുകളെ ഫേസ് ചെയ്യാനും ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുമുള്ള കോൺഫിഡൻസ് കുറയുന്നു. നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നു. അതിന് കാരണം അവർക്ക് റാഷണൽ തിങ്കിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ബ്രഹ്മചര്യവ്രതം 6 മാസമെങ്കിലും പാലിച്ചു നോക്കിയിട്ട് അത് പറ്റിയില്ലെങ്കിൽ നമുക്കത് മാറ്റാവുന്നതാണ്. ശരിയായ രീതിയിൽ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, അയാളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത തേജസ് ഉണ്ടായിരിക്കും. സെക്സ്, ഫുഡ്, സോഷ്യൽ മീഡിയ, സ്ഥാനം, പ്രസക്തി, ഞാനെന്ന ഭാവം, ജാതി, മതം ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. ബ്രഹ്മചാരിക്ക് എന്തിനേയും മറികടക്കാനുള്ള ശക്തിയുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വീക്ക്നെസ് തനിക്ക് ഉണ്ട് എന്ന് ബോധ്യമാണ് അവർക്ക് വേണ്ടതെന്ന്. കഠിനമായ പരീക്ഷ എഴുതാൻ നമ്മൾ പോവുകയാണ്. അത് നമ്മൾ വിചാരിക്കുക കഠിനമായ പരീക്ഷയാണ്, എങ്ങനെ വിജയിക്കാം? അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി നമുക്ക് വേണം. തീവ്രമായിട്ടുള്ള അനുഭവ സമ്പത്ത് വേണം, അല്ലെങ്കിൽ ആഗ്രഹം വേണം. നമ്മൾ നേടിയെടുക്കാനുള്ള കഴിവ് എന്തൊക്കെയൊക്കെ ഏതൊക്കെ വഴിക്ക് പല നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് എന്താണ് ബ്രഹ്മചര്യം? ആ ബ്രഹ്മചര്യം നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കും? അതെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ട ഒന്നാണ്. അതായത് യോഗ, ചിത്തവൃത്തി നിരോധനം. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യോഗ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിനായി ആദ്യം വേണ്ടത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ, നമ്മളിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചിന്തകളെ സദാ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളിലേക്ക് കടന്നു വരുന്ന ഓരോ ചിന്തയെയും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നമ്മൾ ഒന്നും ഇടപെടരുത്. വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമാകണം. ഇങ്ങനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അനാവശ്യമായി തന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ നമ്മൾ തന്നെ ഇത് പലവണ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചിന്തകൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ഇത് നമ്മൾ കാണുന്ന ഒന്നാണ്. ബ്രഹ്മചര്യ നമ്മുടെ ചിന്തകളെ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മളെ ഒതുക്കി നിർത്തും. അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബ്രഹ്മചര്യ എന്ന് പറയുന്നത്.